അങ്കമാലി കറുകുറ്റിയിൽ മിന്നൽ ചുഴലി വ്യാപകമായ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. കറുകുറ്റി പള്ളിയങ്ങാടി ഭാഗത്താണ് ഈ മിന്നൽ ചുഴലിക്കാറ്റുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശക്തമായ കാറ്റുണ്ട്. പലയിടങ്ങളിലും ഇതുപോലെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. മുന്നറിയിപ്പുകളും ജാഗ്രതകളും ഒക്കെ പാലിച്ചു തന്നെ അത്യാവശ്യം ഇല്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കുക. അങ്കമാലി കറുകുറ്റിയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, അതാ കടപുഴകി വീഴുന്നു വൃക്ഷങ്ങൾ. ഇത് എവിടെയാണ്, ഏത് റോഡിലാണ് ഇത് സംഭവിക്കുന്നത്? ആ ഭാഗത്തെല്ലാം ഈ മിന്നൽ ചുഴലിയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സ്മിത, ഏതാണ്ടൊരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ഇത്ര ഭീകരമായിരുന്നു രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിക്കാറ്റ് എന്നുള്ളത്. അങ്കമാലി ഭാഗത്താണ് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ മിന്നൽ ചുഴലിക്കാറ്റ് ഉണ്ടായത്. പ്രധാനമായും മൂക്കന്നൂർ, അതോടൊപ്പം തന്നെ കറുകുറ്റി മേഖലയിലാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടായത്. പള്ളിയങ്ങാടി തെക്കേ കപ്പേള ഭാഗത്താണ് ഈ മിന്നൽ ചുഴലിക്കാറ്റ് ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ CCTV ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതോടൊപ്പം മൂക്കന്നൂർ പള്ളിപ്പടി ഭാഗത്ത് മാടശ്ശേരി മേരിക്കുട്ടിയുടെ 40ഓളം ജാതി മരങ്ങളും ഇത്തരത്തിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ കടപുഴകി വീണു. തെങ്ങ്, വാഴ, കവുങ്ങ് തുടങ്ങിയവയും ഇത്തരത്തിൽ ഈ ചുഴലിക്കാറ്റിൽ കടപുഴകി വീണിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ആളപായമോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് വിവരമില്ല. എങ്കിലും അതിഭീകരമായ ഒരു മിന്നൽ ചുഴലിക്കാറ്റാണ് രാവിലെ അങ്കമാലി കറുകുറ്റി അതോടൊപ്പം മൂക്കന്നൂർ മേഖലയിൽ ഉണ്ടായത്. അങ്കമാലി കറുകുറ്റിയിൽ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ മിന്നൽ ചുഴലി ഉണ്ടായത്. അപ്രതീക്ഷിതമായ കാറ്റിൽ, ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നു. കനത്ത നാശനഷ്ടം പലർക്കും ഉണ്ടായിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.